നിങ്ങൾ ഒരു 9 വയസ്സുകാരനെ സങ്കല്പിക്കുക. നല്ല ചൂടാണ്, വേർത്തൊലിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ദാഹവുമുണ്ട്. ചുറ്റുപാട് നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ കുടിവെള്ളത്തിൻ്റെ ഒരു ടാപ്പുണ്ട്. ആ ടാപ്പ് ഒന്ന് തുറക്കേണ്ട താമസം ഇഷ്ടം പോലെ വെള്ളം കിട്ടും. പക്ഷേ ആ ടാപ്പിലൊന്ന് തൊടാൻ പോലും പറ്റില്ല. ടാപ്പിൽ തൊട്ട് കഴിഞ്ഞാൽ പൊതിരെ അടി കിട്ടും. അവിടെയുള്ള സകല മനുഷ്യരും ആ കൊച്ചു കുട്ടിയെ ചവിട്ടി മെതിക്കും. അത് ആ കുട്ടിയുടെ പിശക് കൊണ്ടല്ല, കുട്ടിയുടെ ഭാഗത്തൊരു തെറ്റുമില്ല. പ്രശ്നം ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ്. ആ മാതാപിതാക്കൾ ജനിച്ചു വീണ കുടുംബത്തിനാണ്, അവരുടെ കുലത്തിനാണ്, അവരുടെ ജാതിക്കാണ് പ്രശ്നം. ജാതിയിൽ താന്നവനായതുകൊണ്ട് മാത്രം അവന് ആ കുടിവെള്ളത്തിൽ തൊടാൻ സാധിക്കില്ല. അതിൻ്റെ മുകളിൽ ഒരു കാക്കയ്ക്ക് വന്നിരിക്കാം, അവിടെ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളം കുടിക്കാൻ ഒരു നായയ്ക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ ആ പയ്യന് അതിൻ്റെ പരിസരത്തോട്ട് പോലും പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു സിനിമയിലെ കഥയൊന്നുമല്ല, ഒരു നോവലുമല്ല, മറിച്ച് പച്ചയായ ജീവിതമാണ്. ആ ജീവിതം ജീവിച്ച് തീർത്ത ഭീംറാവു റാംജി അംബേദ്കറുടെ കഥയാണ്. ഇന്ത്യയുടെ തലവര തന്നെ തിരുത്തി എഴുതിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവായ അംബേദ്കറുടെ കഥ. എന്നാൽ ആ കഥയുടെ തുടക്കം ഒട്ടും സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലല്ല. അവിടെ മുഴുവനും നിശബ്ദതയായിരുന്നു, കൂരിരുട്ടായിരുന്നു. എത്തിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് ഇന്ന് വിശ്രമിക്കാം. കഴിഞ്ഞ 2 ആഴ്ച തുടർച്ചയായിട്ട് നിങ്ങളുടെ ചീത്തവിളിയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കേൾക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെയും മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുക്കളുടെയും ചീത്തവിളികളാണ്. അംബേദ്കർ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കുകയായിരുന്നില്ല, അതിനെ പ്രണയിക്കുകയായിരുന്നു. സ്കൂളിൽ ഭംഗിയായിട്ടുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട്, തടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബെഞ്ചുകൾ. പക്ഷേ ആ ബെഞ്ചിലൊന്ന് തൊടാൻ പോലും അംബേദ്കറിന് സാധിക്കില്ല. ആ ക്ലാസ് മുറിയുടെ അങ്ങേ കോണിൽ ഒരു തറയുണ്ട്, വെറും തറ. ആ തറയിൽ പോയിരുന്നോണം. പുസ്തകം കൊണ്ടുവരാം, പുസ്തകത്തിൽ എഴുതി വയ്ക്കാം. പക്ഷേ ആ പുസ്തകമൊന്ന് തൊടാൻ പോലും അവിടുത്തെ അധ്യാപകർ കൂട്ടാക്കില്ല. കാരണം അവരൊക്കെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. ആ ക്ലാസ് മുറിയിലുള്ള ആ സ്കൂളിലുള്ള സകലരും ഉയർന്ന ജാതിയിലുള്ളവരാണ്. അവിടുത്തെ പ്യൂൺ പോലും അംബേദ്കറിനേക്കാൾ ഉയർന്ന ജാതിയിലുള്ള ആളാണ്. അംബേദ്കറിന് സഹിക്കാൻ സാധിക്കാത്ത ദാഹമുണ്ടെങ്കിൽ നേരെ പോയി പിയൂണിനോട് കാര്യം പറയണം. പിയൂൺ നല്ല മൂഡിലാണെങ്കിൽ അദ്ദേഹം വളരെ ഉയരത്തിൽ നിന്ന് വായിലേക്ക് വെള്ളം ഇറ്റിച്ചു തരും. അത് വേണമെങ്കിൽ കുടിച്ചോണം. ഇനിയിപ്പോൾ പിയൂൺ വരാത്ത ദിവസമാണെങ്കിൽ അന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിക്കത്തില്ല. ഈ കഥനകഥ ഒരു എസ്സേ ആയി അംബേദ്കർ എഴുതിയിട്ടുണ്ട്. നോ പിയൂൺ നോ വാറർ എന്നാണ് ആ എസ്സേയുടെ പേര്. പിയൂൺ ഇല്ലെങ്കിൽ വെള്ളവുമില്ല. അംബേദ്കറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള സംഭവം നടക്കുന്നത് പൂനെയിലെ കൊറേഗാവ് എന്ന ഒരു സ്ഥലത്താണ്. ആ സ്ഥലം ഇപ്പോഴും പ്രശസ്തമായിട്ട് നിൽക്കുന്നത് ഈ സംഭവത്തിൻ്റെ പേരിലാണ്. ഒരിക്കൽ അംബേദ്കറും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും പിതാവിനെ കാണാനായിട്ട് ട്രെയിനിൽ കയറി കൊറേഗാവിലെ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവർ പിതാവിനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണെന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ മാസ്റ്റർ കൺഫ്യൂസ്ഡായി. അദ്ദേഹം അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി, അവരുടെ ദേഹത്തൊക്കെ തൊടാൻ തുടങ്ങി. അങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളുകളാണ്? അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഉയർന്ന ജാതിയിലുള്ള പേരുകളാണ്. പക്ഷേ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചത് മഹർ എന്ന ഒരു ജാതിയുടെ പേരായിരുന്നു. അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും താഴേക്കിടയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ താഴേക്കിടയിലാണെന്ന് ആളുകൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു ജാതി വിഭാഗമായിരുന്നു. മഹർ എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ അറപ്പോടുകൂടി അയാൾ അറിയാതെ സ്വയം പിന്നിലേക്ക് നടന്നു മാറി. പിന്നീട് അറപ്പോടെ അല്ലാതെ അവരുടെ മുഖത്തേക്ക് നോക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല. ട്രെയിൻ ഇറങ്ങിയ ആ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് നടന്നു പോകാൻ സാധിക്കില്ല, അതിനൊരു കാളവണ്ടി പിടിക്കണം. പക്ഷേ എവിടെ പോയാലും ആളുകൾ ചോദിക്കുന്നത് ഇവരുടെ ജാതിയുടെ പേരാണ്. കാളവണ്ടിക്കാരുടെ ജാതി സ്വാഭാവികമായിട്ടും താഴ്ന്നതായിരിക്കും, പക്ഷേ അതിനേക്കാൾ താഴ്ന്നതാണല്ലോ മഹർ. ഓരോ കാളവണ്ടിക്കാരനും അവരുടെ ജാതി ചോദിക്കും. മഹറാണെന്ന് പറയുമ്പോൾ എന്നാൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് പറയും. അവരെ ആട്ടി ഓടിക്കും. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാളവണ്ടിക്കാർക്കിടയിൽ ഒരു നല്ല കാളവണ്ടിക്കാരനുണ്ടായിരുന്നു. ഒരു നല്ല കാളവണ്ടിക്കാരനെന്ന് നമുക്ക് ഈ 2026 ഇരുന്നു കൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ താരതമ്യേന നല്ലൊരു കാളവണ്ടിക്കാരനായിരുന്നു. ആ കാളവണ്ടിക്കാരനോട് കാര്യം പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോകണം, പക്ഷേ ഒരു കാളവണ്ടിക്കാരും
ഞങ്ങളെ വണ്ടിയിൽ കയറ്റാൻ കൂട്ടാക്കുന്നില്ല, ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാളവണ്ടിക്കാരൻ്റെ കയ്യിൽ ഒരു ആശയമുണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ കാളവണ്ടി ഓടിക്കുക, എനിക്ക് ഈ കാളവണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ എന്നേക്കാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ കാളവണ്ടി ഓടിച്ച് മുന്നോട്ട് പോക്കോ, നിങ്ങളുടെ പുറകിൽ നിങ്ങളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറി ഞാൻ നടന്നു വരാം. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവർ കാളവണ്ടി ഓടിച്ചത്. ആ രാത്രി മുഴുവനും കാളവണ്ടി ഓടിച്ചപ്പോൾ മാത്രമാണ് അവർക്ക് പിതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്താൻ കഴിഞ്ഞത്. അവർ കാളവണ്ടി ഓടിക്കും, അവരുടെ പുറകിൽ വളരെ പുറകിലായി ആ കാളവണ്ടിയുടെ ഉടമ നടന്നു വരും. കാളവണ്ടി ഓടിക്കുമ്പോഴൊക്കെ അംബേദ്കറിൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ നന്നായിട്ടാണല്ലോ വസ്ത്രം ധരിച്ചത്, നന്നായിട്ട് കുളിച്ചൊരുങ്ങിയാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ വസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല, ഞങ്ങളുടെ വൃത്തിയുടെ കാര്യവുമല്ല. ഞങ്ങളെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഉയർന്ന ജാതിക്കാരനെ പോലെ തന്നെ തോന്നിക്കത്തുള്ളൂ. പക്ഷേ പിന്നെ എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം മറികടക്കാൻ എങ്ങനെയാണ് ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്? വിദ്യാഭ്യാസത്തിന് സാധിക്കുമോ? വിദ്യാഭ്യാസത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് അംബേദ്കർ അന്ന് മനസ്സിൽ കുറിച്ചു വെച്ചു. ബറോഡയിലെ മഹാരാജാവിന് അംബേദ്കർ ഒരു മിടുക്കനാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഉയർന്ന സ്കോളർഷിപ്പ് കൊടുത്ത് അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് അയച്ചത്. അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് പിന്നീട് അംബേദ്കർ പഠിക്കുന്നത്. അവിടെ അതിബൃഹത്തായിട്ടുള്ള ഒരു വായനശാലയുണ്ടായിരുന്നു. അംബേദ്കറിന് എത്ര പുസ്തകം വായിച്ചാലും മതിയാകില്ല. ഞാൻ പറഞ്ഞല്ലോ, പുസ്തകത്തെ പ്രണയിച്ച വ്യക്തിയാണ്. എല്ലാ ആളുകളും യൂണിവേഴ്സിറ്റിയിൽ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഒക്കെ പോകുന്നത് ഒരു നല്ല ജോലിക്ക് വേണ്ടിയാണ്. പക്ഷേ അംബേദ്കർ ആ കാലഘട്ടത്തിൽ പോയത് വെറും ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല, പണത്തിന് വേണ്ടിയിട്ടില്ല, മറിച്ച് ലക്ഷക്കണക്കിന് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായ ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്യാഭ്യാസത്തിലൂടെ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്യാഭ്യാസത്തിലൂടെ ആ ഒന്നിച്ച സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മണിക്കൂറുകളോളമാണ് അദ്ദേഹം ആ വായനശാലയിൽ ചെലവഴിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ ജാതി ചോദിക്കാൻ ഒരു വ്യക്തിയും മുതിർന്നില്ല. അദ്ദേഹത്തിന് തറയിലിരുന്ന് പുസ്തകങ്ങൾ വായിക്കേണ്ട ഒരു ഗതികേടും ഉണ്ടായില്ല. എല്ലാവരും ഇരിക്കുന്നത് പോലുള്ള കസേരയിൽ ആ ടേബിളിനോട് ചേർന്നിരുന്ന് അദ്ദേഹം പുസ്തകങ്ങൾ കൊതിയോടെ വായിച്ചു തീർത്തു. പരമാവധി അറിവുകൾ അദ്ദേഹം ശേഖരിക്കുകയായിരുന്നു. ഒരു ഡിഗ്രിയിലൊന്നും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചില്ല. കൊളംബിയയിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം നേരെ ലണ്ടനിലേക്ക് പോയി. അവിടെ പോയി നിയമം പഠിച്ച് ബാരിസ്റ്റർ പട്ടം സ്വന്തമാക്കി. ബാരിസ്റ്റർ പട്ടം എന്ന് പറഞ്ഞാൽ ഉയർന്ന കോടതിയിൽ വാദിക്കാനുള്ള അധികാരമാണ്. അതെ, ഒരു വക്കീലായി അദ്ദേഹം മാറി. അതുകൊണ്ടും അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കൂട്ടാക്കിയില്ല. നിയമം പഠിച്ചു, ചരിത്രം പഠിച്ചു, എക്കണോമിക്സ് പഠിച്ചു. കൊളംബിയയിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും അദ്ദേഹം PhD സ്വന്തമാക്കി. ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിയെക്കാളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ടാണ് പിന്നീട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. ആ വിദ്യാഭ്യാസ യോഗ്യതയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുമോ? ജാതി നോക്കാതെ തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കുമോ? അദ്ദേഹം പറയുന്നത് കേൾക്കാനായിട്ട് ആളുകൾ ചെവികോർത്തിരിക്കുമോ? അങ്ങനെയൊക്കെ ആകുമെന്നാണ് അംബേദ്കർ കരുതിയിരുന്നത്. പക്ഷേ അതൊക്കെ അപ്പാടെ തെറ്റായിരുന്നു. അദ്ദേഹത്തിനൊരു ജോലിയൊക്കെ കിട്ടി, ഉയർന്ന ജോലി. എന്നാൽ അദ്ദേഹം താഴ്ന്ന ജാതിക്കാരനാണല്ലോ. അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഒരു ഫയൽ കൊണ്ടുവെക്കാൻ പോലും അദ്ദേഹത്തെക്കാൾ ഉയർന്ന ജാതിയിലുണ്ടായിരുന്ന പ്യൂണുകൾക്ക് മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഫയലുകൾ ഒരു മനുഷ്യത്വമില്ലാതെ അദ്ദേഹത്തിൻ്റെ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു. അന്നത്തോടുകൂടി അംബേദ്കർ ഒരു കാര്യം ഉറപ്പിച്ചു: നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കാര്യമില്ല, നല്ല വൃത്തിയായിട്ട് നടന്നതുകൊണ്ട് കാര്യമില്ല, ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടിയെടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതിനൊക്കെ വെറും പേപ്പറിൻ്റെ വില മാത്രമേ ഉള്ളൂ. അതുപയോഗിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലി നേടിയെടുക്കാൻ പറ്റും. പക്ഷേ അതുപയോഗിച്ച് ഒരിക്കലും നിങ്ങൾക്ക് ആത്മാഭിമാനം നേടിയെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു സോ കോൾഡ് താഴ്ന്ന ജാതിയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ എതിർക്കണമെങ്കിൽ നിങ്ങൾ ഒന്നിക്കണം. ഒറ്റ ഒരാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു വലിയ സംഘടനയ്ക്ക് സാധിക്കും. ഒരു വലിയ കൂട്ടം ആളുകൾക്ക് സാധിക്കും. അവരൊന്നിക്കണം, ചോദ്യം ചെയ്യണം, അവകാശങ്ങൾ നേടിയെടുക്കണം. അംബേദ്കർ അത് ഉറപ്പിക്കുക തന്നെ ചെയ്തു. എന്താണ് മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടും ആവശ്യമുള്ളത്? ജലമാണോ? അതോ ആത്മാഭിമാനമാണോ? 1927 മഹദ് എന്ന ഒരു കുഞ്ഞു പട്ടണത്തിൽ ജലം കൊണ്ടുള്ള ഒരു വിപ്ലവം നടന്നു. അംബേദ്കർ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത്. ആയിരക്കണക്കിന് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളുമായി അദ്ദേഹം നേരെ ചൗഡ ടൗണിലേക്ക് പോയി.
ഇവിടെയൊക്കെ ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവരൊക്കെ അങ്ങനെയാണെന്നല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ, എന്തിന് ഈ ഒരു കാലഘട്ടത്തിൽ പോലും സമൂഹം അവരെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ആ വലിയ കൂട്ടം ആളുകളുമായി അദ്ദേഹം നേരെ പോകുന്നത് ചൗഡ ടാങ്കിലേക്കാണ്. അതൊരു വലിയ കുളമാണ്. ആ കുളത്തിൽ ജലമുണ്ട്, കുടിക്കാൻ ഉപയോഗിക്കാം. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ അത് കുടിവെള്ളമാണ്. എന്നാൽ ഒരു കൂട്ടർക്ക് അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കില്ല. ഈ പറയപ്പെടുന്ന താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് അതിനുള്ള അവകാശം കൊടുത്തിട്ടില്ല. ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് അംബേദ്കർ അന്ന് ആ വലിയ കൂട്ടവുമായി ചൗഡ ടാങ്കിലേക്ക് പോകുന്നത്. ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി ആ രംഗം നോക്കി നിന്നു. ആയിരക്കണക്കിന് ആളുകളുമായി വന്ന അംബേദ്കർ അവിടെ നിന്ന് ഒരൽപ്പം വെള്ളം കോരിയെടുത്ത് കുടിച്ചു. അത് വെറും ദാഹം അകറ്റാൻ വേണ്ടി മാത്രമുള്ള വെള്ളം കൂടിയായിരുന്നില്ല. ആത്മാഭിമാനം നേടിയെടുക്കാനുള്ള ഒരു വലിയ വിപ്ലവമായിരുന്നു. ആ കുടിനീര് നുകർന്നുകൊണ്ട് അംബേദ്കർ ലോകത്തിൻ്റെ മുൻപിൽ ഉറക്കെ പ്രഖ്യാപിച്ചു, വി ആർ ഹ്യൂമൻ, വി ഹാവ് റൈറ്റ്സ് ആൻഡ് വി വിൽ നോ ലോങ്ങർ ആസ്ക് ഫോർ യുവർ പെർമിഷൻ ടു എക്സിസ്റ്റ്. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. ഇനി നിങ്ങളുടെ അനുവാദത്തിനു വേണ്ടി, ഇവിടെ നിലനിൽക്കാനുള്ള നിങ്ങളുടെ അനുവാദത്തിനു വേണ്ടി ഞങ്ങൾ കാത്തുകെട്ടി നിൽക്കില്ല. ആ ഒരു സംഭവത്തോടു കൂടി അംബേദ്കർ തെളിയിക്കുകയായിരുന്നു, അവകാശങ്ങൾ പിടിച്ചെടുക്കേണ്ടത് അത് വെറുതെ ഓച്ചാനിച്ചു നിന്നതുകൊണ്ടല്ല, ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് ആ അവകാശങ്ങൾ സ്വന്തമായിട്ട് ആഘോഷിച്ചുകൊണ്ടായിരിക്കണം. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ വരാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അംബേദ്കർ പരസ്യമായി ഒരു പുസ്തകം കത്തിച്ചു കളഞ്ഞു. പരസ്യമായി ഒരു പുസ്തകം കത്തിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അതത്ര വലിയ വിപ്ലവകരമായിട്ടുള്ളൊരു കാര്യമാണോ? അതേത് പുസ്തകമാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു വിപ്ലവം തന്നെയാണ്. അന്ന് അദ്ദേഹം കത്തിച്ചു കളഞ്ഞത് മനുസ്മൃതിയാണ്. മനുസ്മൃതി ഹിന്ദുക്കളുടെ നിയമപുസ്തകമാണ്. ഹിന്ദുക്കൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജാതിയെക്കുറിച്ച് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ ജാതിയിലുള്ള ആളുകളും ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞത് ഇതൊരു നിയമപുസ്തകമേ അല്ലെന്നാണ്. ഇന്നിക്വാളിറ്റി പ്രോത്സാഹിപ്പിക്കുന്ന, ആളുകളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു നിയമവും നിയമമല്ല. അതൊക്കെ കത്തിച്ച് ചാമ്പലാക്കേണ്ടവയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഡോക്ടർ BR അംബേദ്കർ ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ശബ്ദമായി മാറിയത്. അല്ലെങ്കിൽ അവർ സ്വയം പ്രഖ്യാപിച്ചത്, ഇതാണ് ഞങ്ങളുടെ നേതാവെന്ന്. 1935 അംബേദ്കറിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. ഐ വാസ് ബോൺ എ ഹിന്ദു, ബട്ട് ഐ സോളംലി അഷ്വർ യു ദാറ്റ് ഐ വിൽ നോട്ട് ഡൈ എ ഹിന്ദു. ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഒരിക്കലും ഞാനൊരു ഹിന്ദുവായി മരിക്കില്ല. പിന്നീടുള്ള 20 വർഷക്കാലം അദ്ദേഹം നിരന്തരമായി മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഏത് മതമാണ് ഉചിതമെന്ന് അദ്ദേഹം പരിശോധിച്ചു. ക്രിസ്ത്യാനിറ്റി പരിശോധിച്ചു, മുസ്ലിം മതം പരിശോധിച്ചു, അതുപോലെ ബുദ്ധിസം പരിശോധിച്ചു. ഇതിനെല്ലാം ഉപരിയായി അദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ച് പോലും പരിശോധിച്ചിട്ടുണ്ട്. കാറൽ മാർക്സിനോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മാർക്സിസം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നടപ്പിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളോട് അദ്ദേഹത്തിന് വലിയ എതിർപ്പായിരുന്നു. കാരണം മാർക്സിസം ശരിക്കും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അവിടെ നടന്നതൊക്കെ ഡിക്റ്റേറ്റർഷിപ്പാണ്, ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ്, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പ്രവർത്തനങ്ങളാണ് കമ്മ്യൂണിസം എന്ന പേരിൽ ലോകം മുഴുവനും പ്രചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനോട് അദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അംബേദ്കർ നടത്തിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. ഒരു വശത്ത് കാറൽ മാർക്സ്, മറുവശത്ത് ബുദ്ധൻ. രണ്ടുപേരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, പക്ഷേ അത് നടപ്പിലാക്കുന്നതിൽ കേമൻ ബുദ്ധനാണ്. ബുദ്ധൻ്റെ ആശയമാണ് ശരി, മാർക്സിൻ്റെ ആശയം അതത്ര ശരിയല്ലെന്ന് അംബേദ്കർ പറഞ്ഞു. അംബേദ്കറിന് ഇന്ത്യൻ കമ്മ്യൂണിസത്തോടും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ക്ലാസ്സാണ്. അവർ തൊഴിലാളികൾ എന്ന ഒരു ക്ലാസ്സിനെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ ക്ലാസ് ഒരു വശത്ത്, മറുവശത്ത് മുതലാളിമാരുടെ മറ്റൊരു ക്ലാസ്. ഈ തൊഴിലാളികളുടെ ക്ലാസ്സിനൊരു പ്രശ്നമുണ്ട്. ആ ക്ലാസ്സിൽ വിവിധ ജാതിയിൽപ്പെട്ടിട്ടുള്ള, വിവിധ മതങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അവർക്കിടയിൽ വേർതിരിവുകളുണ്ട്. അങ്ങനെയുള്ള ഇന്ത്യയിൽ എങ്ങനെയാണ് വർക്കേഴ്സിനെ ഒരൊറ്റ ക്ലാസ് ആക്കി മാറ്റാൻ സാധിക്കുന്നത്? ഗാന്ധിസവുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു.
മഹാത്മാഗാന്ധിയുടെ ആശയമൊക്കെ ശരിയാണ്, പക്ഷേ അത് നടപ്പിലാക്കുന്ന രീതി ശരിയല്ലെന്ന് അദ്ദേഹം വാദിച്ചു. മഹാത്മാഗാന്ധിക്ക് അൺടച്ചബിലിറ്റിയോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ജാതിഭേദങ്ങൾ അതങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ഹരിജൻ എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. അംബേദ്കറിന് അത് ശരിക്കും സഹിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ മനുഷ്യരെ രണ്ടായിട്ട് വേർതിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഹരിജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനുഷ്യർ അല്ലെങ്കിൽ ഹരിയുടെ ജനങ്ങളെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു വിഭാഗമായിട്ട് വേർതിരിച്ചെടുക്കേണ്ട ആവശ്യം പോലുമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ഇന്ന മനുഷ്യർ ഇന്ന ആളുകളാണ്, അവരെ ഇങ്ങനെ വിളിക്കണം. മറ്റേ മനുഷ്യർ വേറൊരു വിഭാഗം ആളുകളാണ്, അവരെ അങ്ങനെ വേണം വിളിക്കണം. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഹരിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഹരിജനമെന്ന് തന്നെ വിളിക്കണം. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഹരിജനമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ആക്ഷേപമായിട്ട് മാറും. ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, പല ആളുകളും ഹരിജൻ എന്ന് വിളിച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ അധിക്ഷേപിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള അംബേദ്കറിൻ്റെ വീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകമായ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇസ്ലാം മതത്തിൽ സാഹോദര്യമുണ്ട്, ബ്രദർഹുഡ് ഉണ്ട്. പക്ഷേ ആ മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കിടയിൽ മാത്രമേ ആ സാഹോദര്യമുള്ളൂ. അതിനു വെളിയിലുള്ള നോൺ മുസ്ലിംസിനായിട്ടുള്ള ആളുകളെ അവർ കാഫിർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായിട്ടാണ് കരുതുന്നത്. ഇസ്ലാം മതത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കവരുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടെന്നും അംബേദ്കർ വാദിക്കുന്നു. പർദ്ദയിൽ പൊതിഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു വസ്തുവല്ല സ്ത്രീ. അംബേദ്കർ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ജാതി വിഭാഗങ്ങൾ സൗത്ത് ഏഷ്യയിലെ മുസ്ലിംസ് അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിംസിൻ്റെ ഇടയിലുമുണ്ട്. അഷ്റഫ് അല്ലെങ്കിൽ അജ്ലഫ്. അഷ്റഫ് എന്ന് പറഞ്ഞാൽ അവർ ഉയർന്ന ആളുകളാണ്, അവർ വെളിയിൽ നിന്ന് വന്ന ആളുകളാണ്, തുർക്കികൾ അല്ലെങ്കിൽ പേർഷ്യക്കാരാണ്. അതുമല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്ത് മുസ്ലിംസ് ആയവരാണ്. സാധാരണക്കാരായിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ അത് അജ്ലഫാണ്, അവർ താഴ്ന്നവരാണ്. ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്താലും ഒരു പ്രയോജനവുമില്ല. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ ജാതിയുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ ഒറിജിനൽ ഫോമിൽ ജാതിയില്ല. പക്ഷേ ഒരു താഴ്ന്ന മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജാതി അപ്പോഴുമുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയായിരിക്കും ആ വ്യക്തി. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടമായിരിക്കും. അവരെ അടക്കം ചെയ്യുന്നത് പോലും മറ്റൊരു സ്ഥലത്തായിരിക്കും. അതായത് തൊട്ടുകൂടായ്മ മതം മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയാലുമുണ്ട്. താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ അവിടെ വലിയ സ്വീകാര്യതയൊന്നുമില്ല. പക്ഷേ ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് മതം മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടും. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം പല ക്രിസ്ത്യൻസും പറയുന്നത് അവരുടെ പൂർവികർ ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളായിരുന്നു, അവർ കൺവേർട്ട് ചെയ്ത് ഇങ്ങനായി മാറിയതാണെന്ന്. അതേസമയം താഴ്ന്ന ജാതിയിൽപ്പെട്ടുള്ള ക്രിസ്ത്യാനികൾ അവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണെന്ന് തന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടുമൊക്കെ ആളുകൾ പറയും. ക്രിസ്ത്യൻസും മുസ്ലിംസും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ ഭൂമിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ മറ്റൊരു ലോകത്ത് നമ്മൾ അനുഭവിക്കുമെന്ന്. പക്ഷേ അംബേദ്കറിന് ഇതൊട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നമ്മൾ ഇവിടെ തന്നെ അനുഭവിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി അത് നടപ്പിലാക്കിയിരിക്കണം. BR അംബേദ്കറിൻ്റെ 20 വർഷത്തെ നിരന്തരമായിട്ടുള്ള പഠനങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് ഉചിതമായിട്ടുള്ള ഒരു മതം കിട്ടി, ബുദ്ധിസത്തിൻ്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. കാരണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലാണ് നടക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന വേറെ ചില സംഭവങ്ങളുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷുകാർ നീണ്ട 200 വർഷത്തെ ഭരണമൊക്കെ ഒഴിവാക്കി അവർ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ആഘോഷിക്കാനുള്ള നിമിഷങ്ങളാണ്. പക്ഷേ ആഘോഷം മാത്രം നടന്നാൽ പോരാ. ഇന്ത്യ ഒരു സാധാരണ രാജ്യത്തെ പോലെയല്ല. ഇവിടുത്തെ കൾച്ചർ വ്യത്യാസമാണ്. ഒരൊറ്റ കൾച്ചറല്ല. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുകളാണ്. ഭാഷയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അനേകം ജാതികളുണ്ട്, അനേകം മതങ്ങളുണ്ട്. ഇവരെല്ലാം ഒന്നിപ്പിച്ച് ഒരു കുടക്കീഴിൽ നിർത്തുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് സാധ്യമാക്കണമെങ്കിൽ അതിന് കെൽപ്പുള്ള ഒരു നേതാവ് ഉണ്ടായിരിക്കണം. ഇന്ത്യയിലെ നേതാക്കന്മാരൊക്കെ തല പുകഞ്ഞാലോചിച്ചു ആരുടെ ചുമരിലാണ് ഈ ഉത്തരവാദിത്വം വെച്ച് കൊടുക്കേണ്ടത്. ആ ആലോചനകൾക്കൊടുവിൽ അവരുടെ മുൻപിലേക്ക് ഒരു ചെറിയ മുഖം വന്നു, ഒരു കൊച്ചു കുട്ടിയുടെ മുഖം. ജലത്തിനായി ഒരു ടാപ്പിൻ്റെ മുമ്പിൽ കാത്തിരുന്ന ഒരു കുട്ടി. ആ കുട്ടി ഇന്ന് വെറും ഒരു കുട്ടിയല്ല,
ലക്ഷക്കണക്കിന് ആളുകളുടെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിനിധിയാണ്, അംബേദ്കറാണ്. അങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അംബേദ്കർ നിർദ്ദേശിക്കപ്പെടുന്നത്. അദ്ദേഹം നിരന്തരമായി റിസർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ലോകത്തപ്പോൾ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷനുകൾ വന്നു കഴിഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂഷനുകളിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോയി. എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും ഏറ്റവും മികച്ച കാര്യങ്ങൾ എടുക്കണം, അവയെല്ലാം ചേർത്ത് വെച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറയുന്ന ഒരുപാട് അലങ്കാര പദങ്ങൾ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലുമുണ്ട്. പക്ഷേ അവയൊക്കെ വെറും അലങ്കാര പദങ്ങൾ മാത്രമാണ്. അതിന് ജീവൻ കൊടുക്കണം. അതിന് ജീവൻ കൊടുക്കണമെങ്കിൽ അതിനെ ഇങ്ങനെ പ്രിയമ്പിളിൽ അച്ചടിച്ചു വെച്ചിട്ട് മാത്രം കാര്യമില്ല. അതിനെ ആർട്ടിക്കിളിൽ കൊണ്ടുവരണം. ആർട്ടിക്കിൾ 17 അദ്ദേഹം ഈ വസ്തുക്കളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതോടുകൂടി വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിലം പതിക്കുകയായിരുന്നു. പൂർണ്ണമായിട്ടും നിലം പതിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ മരണം നമ്മൾ വളരെ വിഷമത്തോടു കൂടി കണ്ടതാണ്. ഇനിയും മരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. ഏത് കാലഘട്ടത്തിൽ അത് സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 1947 ഉണ്ടായിരുന്ന അൺടച്ചബിലിറ്റി അല്ല ഇപ്പോഴുള്ളത്. അതൊരുപാട് മാറി. അന്ന് ഉണ്ടായിരുന്നതിൻ്റെ 1% പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. എന്നാൽ അതൊരിക്കലും 0% മാറിയിട്ടുമില്ല. ഇപ്പോഴും അത് അവശേഷിക്കുന്നുണ്ട്. താരതമ്യേന കുറവാണെന്ന് മാത്രം. നിങ്ങളുടെ ജാതി എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ മതം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ഭാഷ എന്തുമായിക്കോട്ടെ, ഇന്ത്യയുടെ ഏത് കോണിലുള്ള വ്യക്തിയുമായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരിക്കാം, പണമില്ലായിരിക്കാം, എന്താണെങ്കിലും നിങ്ങളുടെ വോട്ടിൻ്റെ മൂല്യം അതൊന്നായിരിക്കും. ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേ മൂല്യമുള്ള വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് അതൊരു വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ അതൊരു വലിയ സംഭവമായിരുന്നു. മുമ്പ് ഞാൻ അമേരിക്കയുടെ ചരിത്രം വിവരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യകാല കോൺസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങൾ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങളിൽ അടിമകളെന്നും അടിമകളായിട്ട് തന്നെ തുടരാൻ വേണ്ടി പ്രത്യേകമായിട്ട് എഴുതി ചേർത്ത നിയമങ്ങളുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു നിയമങ്ങൾക്കും ഒരു സ്കോപ്പുമില്ലാതെയാണ് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്. അംബേദ്കർ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. ഇതിലുള്ള എന്തെങ്കിലും നിയമങ്ങൾ വളച്ചൊടിച്ച് ന്യൂനപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ തിരിയുകയാണെങ്കിൽ ആദ്യം കത്തിച്ച് കളയേണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് അദ്ദേഹം വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും മികച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം സംസാരിച്ചിരുന്നത്, മറിച്ച് അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടിയും സംസാരിച്ചിരുന്നു. അംബേദ്കറാണ് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നത്. പുരുഷന്മാർക്ക് മാത്രമല്ല ഡിവോഴ്സ് ചെയ്യാനുള്ള അധികാരം. ആ അധികാരം സ്ത്രീക്കും അവകാശപ്പെട്ടതാണ്. പുരുഷന് എത്രമാത്രം അധികാരമുണ്ടോ അത്രയും തന്നെ അധികാരം സ്ത്രീക്കുമുണ്ട്. സ്ത്രീക്ക് അച്ഛൻ്റെ സ്വത്തിന്മേൽ അധികാരമുണ്ട്. പുരുഷന് മാത്രമായിട്ട് ആ സ്വത്ത് വീതം വെച്ച് കൊടുക്കാൻ പാടില്ല. ഈക്വലി വേണം അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു രാജ്യം എത്രമാത്രം വികസിച്ചു എന്നറിയാൻ ആ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ എത്രമാത്രം ഉന്നമനം കൈവരിച്ചു എന്ന് നോക്കിയാൽ മതി. എത്രത്തോളം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ മതി. എത്രത്തോളം സ്ത്രീകൾക്ക് ഒരു പേടിയുമില്ലാതെ അവരുടെ ആശയങ്ങൾ കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മതി. എത്ര സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഒരു തൊഴിൽ കണ്ടെത്താൻ സാധിക്കുന്നുവെന്ന് അറിഞ്ഞാൽ മതി. അംബേദ്കർ ഇന്ത്യയുടെ ലോ മിനിസ്റ്ററായിരുന്നു. നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച നിയമങ്ങൾ കൃത്യസമയത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ആ മന്ത്രിസ്ഥാനം പോലും രാജിവെച്ചു. തങ്ങളുടെ പ്രവൃത്തി 100% കൃത്യമല്ല, ആഗ്രഹിക്കുന്നത് പോലെ നടത്താൻ പറ്റുന്നില്ല എന്ന പേരിൽ എത്ര മന്ത്രിമാർ, എത്ര MLAമാർ, എത്ര ജനപ്രതിനിധികൾ ഇന്ന് രാജിവെക്കുന്നുണ്ട്. അദ്ദേഹം നടത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷേ അതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്ന ഒറ്റ പേരിലാണ് അദ്ദേഹം ആ സ്ഥാനം പോലും വേണ്ടെന്ന് വെച്ചത്. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം മതിയോ ഒരു താഴ്ന്ന ജാതിക്കാരന് ഉയർന്നു വരാൻ? പോരെന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 1956 ഒക്ടോബർ മാസം 14 നാഗ്പൂരിൽ വെച്ച് അദ്ദേഹം മതം മാറി, ബുദ്ധിസം സ്വീകരിച്ചു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല.
ഏകദേശം 5 ലക്ഷം താഴ്ന്ന ജാതിക്കാരോടൊപ്പമാണ് അദ്ദേഹം മതം മാറിയത്. പിന്നീട് അവർ താഴ്ന്ന ജാതിക്കാരല്ല, അവരെ താഴ്ന്ന ജാതിക്കാരെന്ന് വിളിക്കാൻ പാടില്ല. കാരണം താഴ്ന്ന ജാതിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളുള്ള ഹിന്ദുയിസത്തിലല്ല അവരിപ്പോൾ ഉള്ളത്. അവരിപ്പോൾ ബുദ്ധിസത്തിലാണുള്ളത്. അവിടെ ഒരു ജാതി വിവേചനവുമില്ല. അവരെല്ലാവരും തുല്യരാണ്. അങ്ങനെ തുല്യരായിട്ട് മാറുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം ഈ മതത്തിലേക്ക് ചേക്കേറേണ്ടതെന്ന് അംബേദ്കർ പ്രത്യേകം പറഞ്ഞിരുന്നു. എല്ലാ ദുരാചാരങ്ങളും എല്ലാ അൺടച്ചബിലിറ്റിയും നിങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഇവിടെയുള്ള സകല മനുഷ്യരെയും നിങ്ങൾ ഒരുപോലെ തന്നെ കാണണം. അങ്ങനെ കണ്ടില്ലെങ്കിൽ ഈ മതം മാറ്റത്തിന് ഒരു അർത്ഥവുമില്ലാതെയായി മാറും. 1956 ശരിക്കും അദ്ദേഹം നടത്തിയത് വെറും ഒരു മതം മാറ്റം മാത്രമല്ല, 5 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് അദ്ദേഹം മാറ്റിയത്. 5 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമാണ് അദ്ദേഹം നേടിക്കൊടുത്തത്. 1947 സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ആ സ്വാതന്ത്ര്യം അത് താഴ്ന്ന ജാതിപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വാതന്ത്ര്യമായിരുന്നില്ല. ആ സ്വാതന്ത്ര്യം അംബേദ്കറിൻ്റെ വീക്ഷണത്തിൽ നേടിക്കൊടുക്കുന്നത് 1956 1956 ഡിസംബർ മാസം 5-ാം തീയതി. അന്ന് വൈകുന്നേരം അദ്ദേഹം ഉറങ്ങാൻ കിടന്നതാണ്. പിന്നീട് ഒരിക്കലും അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല. വളരെ ശാന്തമായിട്ടുള്ളൊരു മരണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയൊന്നുമായിരുന്നില്ല. ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും, പക്ഷേ ഒരു ആശയം നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. ഇന്ന് ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നമുക്ക് ഒരുപാട് സ്റ്റാച്യൂസ് കാണാം. അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഉള്ള വിദേശ സർവകലാശാല പോലുമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ സിമ്പലാണ്. ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം കൂടിയാണ് ആ സ്റ്റാച്യു. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വില എത്രയാണ്? 5 രൂപ, 5 ലക്ഷം രൂപ, 5 കോടി രൂപ, കാലണ? നിങ്ങളുടെ വില നിങ്ങൾ എവിടെ ജനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങൾ ആർക്ക് ജനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ നിങ്ങൾ എത്രമാത്രം ശബ്ദത്തിൽ സംസാരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ആരെങ്കിലും നിങ്ങൾക്ക് വിലയിടാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ നിന്നു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അവർ വിലയിട്ടിട്ട് പോയിക്കോട്ടെ, ആ വില നിങ്ങൾ ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ചീത്ത വിളിക്കാനും തെറി പറയാനും 100 കണക്കിന് ആളുകൾ വരും. പക്ഷേ നിങ്ങൾക്ക് പറയാനുള്ളത് ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അംബേദ്കറിനെ പോലെ. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.